أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا سبحان الله وبحمده بكرة وأصيلا الله أكبر ولله الحمد സഹോദരന്മാരെ സഹോദരികളെ കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്താൽ ഖുർആൻ നമുക്ക് ഒരു ജീവിതം വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചോ പ്രപഞ്ചത്തെ സംബന്ധിച്ചോ നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചോ അത് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ആ ഹിദായത്തിന്റെ അടിത്തറയിൽ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നാം മുന്നോട്ട് വരിക. മനുഷ്യരൊക്കെയും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. മനുഷ്യർ ഒരൊറ്റ ജനതയാണ്. ഖുർആനിന്റെ മഹത്തായ സന്ദേശം, ജീവിത വീക്ഷണം, ആദർശപരമായ കാഴ്ചപ്പാട്, അതിനടിസ്ഥാനത്തിലുള്ള ജീവിത വ്യവസ്ഥിതി, അതാണ് മഹത്വരമായിട്ടുള്ളത് എന്നാണ് ഞാൻ നമ്മൾ പറയുന്നത്. മുസ്ലിം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സയനിസ്റ്റുകളുടെ സാമ്രാജ്യത്വ ശക്തിയുടെ ഗൂഢാലോചനകളുടെ ഫലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്രാജ്യത്വ ശക്തി കുറെ നാളുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ മുസ്ലിം ലീഗുകളുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് ജീവിക്കണം. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കണം അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ലോകത്ത് വന്ന വേദനയുളവാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ തുടർച്ചയായി ലോകത്തിലുള്ള നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭൂമിയിൽ അധികാരവും ആധിപത്യവും കിട്ടിയാൽ അവര് അവിടെ ഭൂമിയെ നശിപ്പിക്കും, കൃഷിയിടങ്ങൾ തകർക്കും. മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി പടച്ചതമ്പുരാൻ ഒരുക്കി തന്നിട്ടുള്ള ജൈവ ശക്തികളെ, ജൈവസമ്പത്തിനെ അവർ നശിപ്പിക്കും. വരും തലമുറയെ നശിപ്പിക്കും, മാനവരാശിയെ നശിപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ സാഹചര്യം, ഈ സമാധാനത്തിലേക്ക് നീങ്ങാൻ, യുദ്ധം അവസാനിപ്പിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുക. സാമ്രാജ്യത്വ ശക്തിയും സൈനിക ശക്തിയും ഇറാനിന് നേരെ നടത്തിയ ആക്രമണം കടുത്ത വഞ്ചനയാണ്, കൊടിയ ചതിയാണ്. അത് അംഗീകരിക്കാത്തവരായി ആരുമില്ല. അവരുടെ കൂടെ നിൽക്കേണ്ടവർ വരെ, നാറ്റോ ശക്തികൾ വരെ നിരാകരിക്കുകയാണ്. വേണ്ടാതെ വലിച്ചിട്ടതാണ് സന്ധി സംഭാഷണങ്ങൾ, അതുപോലെ സമവായങ്ങൾ രൂപപ്പെട്ടുവരുന്നതിനിടയ്ക്ക് കൊണ്ടുപോയിട്ട് നടത്തിയ ആ ബോംബാക്രമണം കുട്ടികളെ, കുഞ്ഞുമക്കളെ കൊണ്ടുകളഞ്ഞത് മാപ്പർഹിക്കാത്ത പാതകമാണ്, മാനവരാശിയോടുള്ള കുടുംബാതകമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 2 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഇറാനിനെ തകർത്ത് തരിപ്പണമാക്കി ഞങ്ങൾ അതിന്റെ സ്വത്തൊക്കെ ഞങ്ങൾ കൈയെടുക്കും എന്ന ഒരു ആവേശത്തിലാണ് നടത്തുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ നിലയിൽ തന്നെ പോവുകയാണെങ്കിൽ സമാധാനം വേണമെങ്കിൽ അതെല്ലാവർക്കും സമാധാനം വേണം. ഇല്ല എങ്കിൽ ആർക്കും സമാധാനം വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മർദ്ദിതന് വേണ്ടി, ഈ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി തീർച്ചയായിട്ടും വരുന്നാൽ ഉയരുക തന്നെ ചെയ്യും. ഈ അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അസ്മത്തയിലല്ല. ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നായകന്മാർ
അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. മനുഷ്യ മനസ്സ് മരവിച്ചു പോകുന്ന, അറച്ചു പോകുന്ന തോന്നിവാസങ്ങൾ, പേക്കൂത്തുകൾ. ഇവരാണ് ലോകത്തിന്റെ നായകന്മാർ, അവരാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ കടൽ കിഴവന്മാർ, അവരാണ് കൊച്ചു കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുവന്ന മഹാതോന്നിവാസങ്ങൾ. ഫയലുകളിൽ ഒരു ഭാഗം ഒന്നാകെ നിലകൊള്ളുന്നത് അവർ നടത്തുന്ന ഗൂഢാലോചനകളാണ്. ആ ഗൂഢാലോചനകളിലെ വലിയൊരു ഭാഗം മുസ്ലിം സമൂഹത്തിൽ, ലോക മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാം, എങ്ങനെ അവരെ നിരീശ്വരവാദികളാക്കാം, അവരെ നാസ്തികരാക്കാം, അവരെ പണ്ഡിതന്മാരെ വഴിതെറ്റിച്ചു വിടാം. ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചനകൾ, ഇത്തരം ഗൂഢാലോചനകൾ ഇന്ന് തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞത് എല്ലാ വിജ്ഞാനങ്ങളിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിനോ ഒരു സമൂഹത്തിനോ അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ എന്തെല്ലാം വിജ്ഞാനങ്ങൾ വേണം, ആ വിജ്ഞാനങ്ങളിലെല്ലാം നമ്മൾ അടയാളപ്പെടുത്തുക തന്നെ വേണം. എല്ലാം മാതൃക കാണിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഏറ്റവും മാതൃകായുക്തമായിട്ടുള്ള ഒരു മഹല്ലായി തീരാൻ, ഐക്യമുള്ള ഒരു മഹല്ലായി തീരാൻ, പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഒരു മഹല്ലായി തീരാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മഹല്ലായി തീരാൻ. ആ വഴിയാണ് നമ്മൾ നീങ്ങുന്നത്. അത് കൂടുതൽ കരുത്തുറ്റതാക്കി തീർക്കാൻ അല്ലാഹുവേ ഞങ്ങൾ നീ അനുഗ്രഹിക്കട്ടെ.